ഹോസ്റ്റലിൽ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ആദ്യമായിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഹോസ്റ്റലിൽ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഇതാ പറഞ്ഞ പോലെ ഇതാ ഹോസ്റ്റലിൽ ഒരു ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഹോസ്റ്റലായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട, അതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ അരി കഴുകി, ചിക്കൻ കഴുകി, പിന്നെ ഇതാ ഉള്ളി വാട്ടുണ്ട് കേട്ടോ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് അരി എടുത്തതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു. പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ കൈക്ക് ഇട്ടു, പട്ട ഗ്രാമ്പു അതൊക്കെ. അത് കഴിഞ്ഞിട്ട് അരി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു വിസിൽ മാത്രമേ വെപ്പിച്ചിട്ടുള്ളൂ. ഒരു വിസിലായപ്പോൾ തന്നെ അത്യാവശ്യം വേവായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ മസാല പിടിപ്പിച്ച് വെക്കുക കേട്ടോ. അതിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ആ സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട് അത് ഒരു സൈഡിൽ മാറ്റി വെച്ച് പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അച്ചാറൊന്നും ഇല്ലാത്തതുകൊണ്ട് സാലഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ കാണുന്ന പോലെ പാട്ടൊക്കെ വെച്ച് വൈബാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ ചിക്കൻ വേവിച്ചെടുത്തു. ചിക്കൻ ഒരു 3-4 വിസിൽ വെച്ച് വേവിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ വറുത്തെടുത്ത എണ്ണയിലാട്ടോ ഞങ്ങളിപ്പോൾ ഉള്ളിയൊക്കെ വാട്ടണത്. വറുത്തെടുത്ത വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ അതിലേക്കുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് പിന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മസാലകളൊക്കെ എടുത്തിട്ട് കേട്ടോ. അതായത് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഈ മസാലകളൊക്കെ തന്നെ. അതൊന്നും അധികം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ജസ്റ്റ് എന്തൊക്കെയാണെന്ന് മാത്രം കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ടൊന്ന് കുറച്ച് നേരം ചൂടാക്കി എടുത്തു. അങ്ങനെ അതിലേക്കുള്ള മസാല റെഡിയായി. പിന്നെ അരി അതിലിട്ട് ചിക്കൻ മുകളിലിട്ട് അങ്ങനെ അതും സെറ്റാക്കി എടുത്തു. അപ്പോഴേക്കും സാലഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചിക്കൻ ഞാൻ മുന്നേ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആദ്യം അത് തന്നെ എടുത്തന്ന്. പിന്നെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നു.